2024 ജൂലൈ 30 ദുരന്തമുണ്ടായി. വിവിധങ്ങളായിട്ടുള്ള 18 ക്യാമ്പുകളിൽ താമസിച്ചിരുന്നവരെ ആഗസ്റ്റ് 25 ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക വാടക വീടുകളിലേക്കോ ബന്ധു വീടുകളിലേക്കോ സർക്കാർ ക്വാർട്ടേഴ്സിലേക്കോ മാറ്റി. അന്നു മുതൽ ഇതുവരെ വാടകയ്ക്ക് താമസിച്ചിരുന്ന മുഴുവൻ ആളുകൾക്കും മുറ തെറ്റാതെ എല്ലാ മാസവും 6000 രൂപ എന്ന സർക്കാരിൻ്റെ വാടക വിഹിതം കൊടുക്കുന്നതിൽ ഒരു കുറവുമില്ലാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മൾ ക്യാമ്പിലേക്ക് പോയി അവിടെ എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം, വസ്ത്രം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നു. അപ്പോൾ തന്നെ നമുക്ക് അടിയന്തര സഹായമായി സർക്കാർ 10000 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കുക എന്ന ദൗത്യത്തോടെ നമുക്ക് എല്ലാവർക്കും വാടക വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി കളക്ട്രേറ്റിൽ നിന്ന് വന്ന് സഹായിച്ചു. റവന്യൂ വകുപ്പും അതേമാതിരി സന്നദ്ധ സംഘടനകളും എല്ലാവരും സഹായിച്ചു. അത് കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് പോയപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഷിംഗ് മെഷീന്, അതേമാതിരി TV, ഫ്രിഡ്ജ് സാധനങ്ങളൊക്കെ സന്നദ്ധ സംഘടനകളും സർക്കാരും ഫർണിച്ചറുകളും എല്ലാവിധ പാത്രങ്ങളും സാധനങ്ങളും നമ്മളെ വീട്ടിലെത്തിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് ജീവനോപാധിയായിട്ട് ഒരു മാസം ഒരു കുടുംബത്തിൽ 300 രൂപ വെച്ചിട്ട് 2 പേർക്ക് രോഗികൾ, അത് കിടപ്പ് രോഗികളുള്ള കുടുംബങ്ങൾക്ക് ആ സമയത്ത് അവർക്ക് കൂടി ഒരു 9000 കൂടെ മാസം കൊടുത്തുകൊണ്ട് എല്ലാവരെയും സംരക്ഷിച്ചുകൊണ്ട് ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വാടക കൃത്യമായിട്ട് 6000 രൂപ ഇന്ന് വരെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭക്ഷ്യ കൂപ്പൺ 1000 രൂപൻ്റെ അതും കിട്ടുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ആവറേജ് ഒരു കുടുംബത്തിന് നമുക്ക് 25000 രൂപ സർക്കാർ ഇന്ന് വരെ കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറയുക, ഒരു സർക്കാർ ഇത്രയൊക്കെ ചേർത്ത് പിടിക്കുമെന്ന് നമ്മളെല്ലാം അത്ഭുതപ്പെട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ 1.5 കൊല്ലം വരെ ഒരു വിട്ടുവീഴ്ചയിലാണ് സർക്കാർ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായാലും ഗവൺമെൻറ് സഹായം എന്തായാലും ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകണത്. ഒരു നേരം പട്ടിണി കിടന്നിട്ടില്ല ഇന്ന് വരെ. സംതൃപ്തരാണ്. അതിൽ പെർമനന്റ് റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് അവർക്കും വീടുകളുടെ കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതും ആ ഒരു വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നു. ചൂരൽമല എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ പല തൊഴിലുകൾ എടുത്ത് ജീവിക്കുന്ന ആളുകളാണ് എല്ലാവരും. ഇനി പുതിയൊരു സ്ഥലത്ത് നമ്മൾ പോയി നിൽക്കുമ്പോൾ അവിടെ ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം നമ്മൾ പറഞ്ഞപ്പോൾ മൈക്രോ പ്ലാൻ എന്നൊരു പദ്ധതി ഉണ്ടെന്നും അത് മുഴുവൻ ദുരന്തബാധിതർക്കും അതിലൂടെ തൊഴിലിനോ അല്ലെങ്കിൽ വ്യവസായത്തിനോ അല്ലെങ്കിൽ ചെറുകിട കച്ചവടങ്ങൾക്കോ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നു. ഐ തിങ്ക് ഇന്ത്യയിലെ ഡിസാസ്റ്റർ അഫക്റ്റഡ് ഫാമിലീസിന് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു മൈക്രോ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയത്. സോ അതിൽ അവരുടെ ആവശ്യകത അനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ലൈവ്ലിഹുഡ് അസിസ്റ്റൻസ് നമുക്ക് കൊടുത്തു എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ കുടുംബശ്രീ മുഖാന്തരം നമുക്ക് മൈക്രോ പ്ലാനിൽ ലോണ് അനുവദിച്ചിട്ടുണ്ട്. 2 ലക്ഷം വരെ പൈസ തിരിച്ചടയ്ക്കാത്തതും അതിൽ കൂടുതലുള്ളത് തിരിച്ചടച്ചിട്ടുമായ നമ്മളെ സംരംഭം എന്താണ് തുടങ്ങേണ്ടത് അത് തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സംരംഭവും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കുടുംബശ്രീക്ക് 2 ലക്ഷം രൂപ ലോൺ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റും വഹിക്കുന്നത് സർക്കാരാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. ഹെൽത്ത് അസിസ്റ്റൻസ് നമ്മൾ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഒരു ഗവൺമെൻറ് ഓർഡർ തന്നു. അവർക്ക് ഓൾറെഡി നേരത്തെ തന്നെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ റീഎംബേഴ്സ് ചെയ്ത് കൊടുക്കാനും ഇല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഉത്തരവ് DDMAയിൽ നിന്നും നമ്മൾ അംഗീകരിച്ചു. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഹെൽത്ത് അസിസ്റ്റൻസും കിട്ടുന്നുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും 8 ലക്ഷം വെച്ച് അവരെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് കലക്ടർ അക്കൗണ്ടിലാണ് ഉള്ളത്. അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പൈസ കൊടുക്കാനുള്ള നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായാലും നമ്മളെ ചേർത്ത് പിടിച്ചൊരു സർക്കാരാണ് ഈ സർക്കാർ. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ്, അതേമാതിരി മുഖ്യമന്ത്രി, എല്ലാ വകുപ്പുകളും നമ്മളെ കോടീകരിച്ച് നമ്മളെ കൈവിടാതെ ഒപ്പം ചേർത്ത് പിടിച്ചൊരു സർക്കാരാണത്. ആ ദുരന്തത്തിനിടയായവരെ പല വിധത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ സഹായിക്കാൻ ഗവൺമെൻറ് ആവുന്നതെല്ലാം ചെയ്തു. മൈക്രോ പ്ലാനുകളിലൂടെ കടം എടുത്ത സംഖ്യ തിരിച്ചടവ് മുടങ്ങുകയും ആക്രമിക്കപ്പെടുകയും ചെയ്ത ഘട്ടത്തിലെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്, കടബാധിതരുടെ കടങ്ങൾ ഏറ്റെടുത്തത്, അങ്ങനെ അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തിയത്, അങ്ങനെ നിരവധി നടപടിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോയി. വലിയ ഒരു ട്രോമാണ് നമ്മളെല്ലാവരും അനുഭവിച്ചത്. ഇപ്പോഴും നമുക്കൊരു മഴ വരുമ്പോൾ നമുക്കൊരു പേടിയാണ്, ഒരു ഭീതിയാണ്. പക്ഷേ
എന്തായാലും നല്ല രീതിയിലുള്ള ഒരു സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തത് കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രോമ ഒരു സൂസൈഡായിട്ടുള്ള ഒരു അറ്റംപ്റ്റോ നമുക്ക് ഇതുവരെ റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല. സോ അതൊരു ഭാഗ്യം തന്നെയാണ്. അത്ര നല്ല രീതിയിൽ ഫീൽഡിലെ ആൾക്കാരും നമ്മുടെ ഹെൽത്ത് സ്റ്റാഫും മറ്റുള്ള വർക്കേഴ്സും ജോലി ചെയ്തത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു എഫേർട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഭാഗത്തിൽ നിന്നും നമ്മൾ ചെയ്തെടുക്കാൻ സാധിച്ചത്. കുറച്ച് ദുരന്തബാധിതരായിട്ടുള്ള ഒരു സ്ത്രീകൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, മാഡം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ഗവൺമെൻറ് സപ്പോർട്ട് മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ നിർവാഹമില്ല, നമ്മളെന്നെ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ഒരു നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീകളായിരുന്നു. സോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് ബെയിലി ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങി. നമ്മൾ അസിസ്റ്റൻറ്റ് കളക്ടറും സബ് കളക്ടറുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് അതിൽ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയാണ്, ദുരന്തബാധിത സ്ത്രീകളാണ്. അവർ കുടകളും ഉണ്ടാക്കും, ദെൻ ബാഗ്സും ഉണ്ടാക്കും, പിന്നെ ഫുഡ് പ്രോഡക്ട്സ് അച്ചാറും ഉണ്ടാക്കും. സോ നല്ല രീതിയിൽ അവർ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണ് അവരെ സാധനങ്ങളൊക്കെ ഇപ്പോൾ വിൽക്കുന്നത്. സോ ലാസ്റ്റ് 1.5 ഇയറിൽ നല്ല രീതിയിൽ അവർക്ക് ബിസിനസ് പഠിക്കാനും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് മുന്നോട്ട് പോകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന അമ്മമാരാണ്, ചേച്ചിമാരാണ്, ഇതുവരെ ഒന്നും ഒരു എൻ്റർപ്രൈസോ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ ദേ ആർ ഡൂയിങ് വെരി ഗുഡ് ആൻഡ് നല്ല ഒരു പ്രോസ്പെക്റ്റ് ഉള്ള ഒരു മേഖലയാണ്. അത് ഒരു വോളണ്ടറിയാണ്. സോ അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ് യൂഷ്വലി. ബിക്കോസ് ഇതിന് മുമ്പേ ഞാനും ഡയറക്റ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മളെന്നെ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവരത് ഓണർഷിപ്പ് കാണിക്കില്ല. പക്ഷേ ബെയിലിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ട് അവർ അധ്വാനിക്കുന്ന അമൗണ്ടാണ് അവർക്ക് കിട്ടുന്നത്, അതല്ലാതെ ഒരു ശമ്പളമായിട്ടൊന്നും അവർക്കൊന്നും അതിൽ ഇല്ല. അതല്ലാതെ കളക്ടറും പറഞ്ഞാൽ ഒരു മെൻറ്റർ പോലെ മാത്രമാണ്. അവർക്ക് എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അത് നമ്മൾ ട്രെയിനിങ് ആണെങ്കിലും റോ മെറ്റീരിയൽസ് ആണെങ്കിലും സ്പോൺസർഷിപ്പ് ആണെങ്കിലും നമ്മളതൊക്കെ എല്ലാം മൊബിലൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ കംപ്ലീറ്റ്ലി ദേ ആർ ഓൺലി ഓണിങ് ഇറ്റ് അപ്പ്. അവർ മുഴുവൻ അക്കൗണ്ട്സ് അവർ തന്നെ എഴുതും, അവിടെ കിട്ടുന്ന പ്രോഫിറ്റ് അവർ തന്നെ അത് എടുക്കും. സോ വിപുലമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളും സ്പോൺസർഷിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ശ്രുതി നമ്മുടെ ചാമ്പ്യനാണ്. ശരിക്കും ഡിസാസ്റ്റർ അഫക്റ്റഡിലെ ഫാമിലീസിലെ ഒരു അംഗമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഒരു വലിയ ട്രാജഡി അനുഭവിച്ച് വന്നു. പക്ഷേ വന്ന ഉടൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, നല്ല ഉഷാറായിട്ടുണ്ട്. ആദ്യം PGR സെക്ഷനിലാണ് കയറുന്നത്. ഡിസംബർ 2024 സർവീസിൽ കയറുന്നതും. അപ്പോൾ നല്ല രീതിയിലെ കാര്യങ്ങളൊക്കെ എല്ലാം പഠിച്ചു. ഇപ്പോൾ L സെക്ഷനിലാണ് പ്രവർത്തിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതുമാത്രമല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കുട്ടിയാണ്. എപ്പോഴും എല്ലാവരുടെ കൂടെ നന്നായിട്ട് സംസാരിക്കുക, വരുന്ന ആൾക്കാരിനടുത്ത് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു കുട്ടിയുമാണ്. സോ വി വിഷ് ഹർ ഓൾ ദ ബെസ്റ്റ് ആൻഡ് വി ആർ പ്രൗഡ് ദാറ്റ് ഷീ ഈസ് പാർട്ട് ഓഫ് അവർ റവന്യൂ ടീം. ചൂരൽമല മുണ്ടക്കായിൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയതായിരുന്നു ഞാൻ. ആ ഒരു ടൈമിൽ എൻ്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കി ഒരു പിതാവിനെ പോലെ എന്നെ ചേർത്ത് നിർത്തി റവന്യൂ മിനിസ്റ്റർ എന്നെ നേരിട്ട് ഹോസ്പിറ്റലിലും വീട്ടിലും വന്ന് കണ്ടായിരുന്നു. എന്നെക്കുറിച്ച് നാട്ടുകാരോടും എൻ്റെ ബന്ധുക്കളോടും അന്വേഷിച്ച് എന്നെ മനസ്സിലാക്കി റവന്യൂ മിനിസ്റ്റർ റവന്യൂ വകുപ്പിൽ എനിക്കൊരു ജോലി നൽകി. ഞാനോ എൻ്റെ ബന്ധുക്കളോ ആവശ്യപ്പെടാതെയാണ് റവന്യൂ മിനിസ്റ്റർ മനസ്സിലാക്കി എനിക്കൊരു ജോലി നൽകിയത്. എന്നെപ്പോലെ തന്നെ ഒറ്റപ്പെട്ടു പോയ അനേകർക്ക് ഈ സർക്കാർ ഒരു കരുതലാണ്. നമുക്ക് ഈ അഫക്റ്റഡ് ഏരിയാസ് നമുക്ക് മുമ്പ് വാർഡ് വിഭജനിക്കുന്ന മുമ്പേ 10, 11, 12 വാർഡായിരുന്നു. അപ്പോൾ ഈ മേഖലയിലും നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും. അവിടെയും റെസ്റ്റോറേഷൻ വർക്ക്സ് നടക്കുന്നുണ്ടും. അതുമാത്രമല്ലാതെ റിവർ റെജുവിനേഷൻ വർക്ക്സും നടന്നു വരുന്നുണ്ട്. അവിടുത്തെ ഡെബ്രിസ് മാറ്റുന്നതും റിവറിൻ്റെ കറക്ഷൻ നടക്കുന്നതാണ് മെയിനായിട്ടുള്ള ഒരു ഫോക്കസ്. അതല്ലാതെ വന്യമൃഗശല്യം കൂടിയതുകൊണ്ട് അവിടെ സോളാർ ഹാങ്ങിങ് ഫെൻസിൻ്റെ വർക്കും കൂടി നടന്നു വരുന്നുണ്ട്. അതുമാത്രമല്ലാതെ അവിടെ തന്നെ പഞ്ചായത്തിൻ്റെ 2.5 ഏക്കേഴ്സ് ലാൻഡിൽ നമ്മൾ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ അവിടുത്തെ ഒരു വെറ്ററിനറി പോളിക്ലിനിക്, സ്കൂൾ, പിന്നെ ഒരു GLPS സ്കൂളും ഇങ്ങനെയുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സും നമ്മൾ പ്ലാൻ ചെയ്തു വരുന്നുണ്ട്. സോ ദാറ്റ് ഡിസാസ്റ്റർ അഫക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ ഇനി ആരും താമസിക്കാൻ പോവില്ല, ഇനി അവിടെ ഒന്നും വികസന കാര്യങ്ങളൊന്നും വരുന്നില്ല, അങ്ങനെയുള്ള ഒരു നിലപാടല്ല നമ്മൾ എടുത്തതും. ശരിക്കും അവിടുത്തെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആക്ടിവിറ്റീസ് NREGSൻ്റെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൻ്റെ കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുമാത്രമല്ലാതെ റോഡ് റെസ്റ്റോറേഷൻ വർക്ക്സും പിന്നെ മറ്റുള്ള എല്ലാ വർക്ക്സും അവിടെയും
നടന്നു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനം ഒരുമിച്ചു താമസിച്ച മനുഷ്യർ ഒറ്റപ്പെട്ടു പല വഴികളിലേക്ക് പോയവരെ തിരികെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ജൂലൈ 30-നുണ്ടായ ദുരന്തം ഒക്ടോബർ 2 നിലവിൽ ഒരുമിച്ചൊരു ടൗൺഷിപ്പ് എന്ന ആശയത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം സർക്കാർ പൂർത്തീകരിച്ചു. അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണം വീട് വെക്കാൻ വേണ്ടി വീതിച്ചു കൊടുക്കലാണോ ശരിയെന്ന ചോദ്യം ഉയർന്നു വന്നു. പക്ഷെ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളെ ഇനി വേർപിരിക്കാത്ത വിധം ഒരുമിച്ചു ജീവിക്കാൻ അനുവദിക്കണം. പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പലായനം ചെയ്തവരാണ് ഞങ്ങൾ. ചൂരൽമലയിൽ നിന്ന് ഇനിയൊരു പലായനം, വീണ്ടും ഒരു പലായനം സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത്, പല വഴിയിലേക്ക് തിരിച്ചു വിടരുത്, ഞങ്ങളെ ഒരുമിച്ചു താമസിപ്പിക്കണം. അവരുടെ ആവശ്യത്തിന് മുമ്പിലാണ് ചരിത്രത്തിലാദ്യമായി ദുരന്ത നിവാരണ ഘട്ടത്തിൽ സ്വന്തമായി ഒരു നഗരത്തിലേക്ക് തന്നെ വീടും ഭൂമിയും നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന ആശയത്തിലേക്ക് പോകുന്നത്. ഒരു ഓൾറൗണ്ട് റീഹാബിലിറ്റേഷനിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമുള്ളത് എല്ലാം നമ്മൾ വളരെ ഭംഗിയായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സഹകരണത്തെ കൂടെ ബഹുമാനപ്പെട്ട CM, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ, മറ്റുള്ള എല്ലാ വകുപ്പ് മന്ത്രികളുടെ ഒരു നല്ല ലീഡർഷിപ്പ് നമുക്ക് കിട്ടിയത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്.